എത്രയാണ്? 2 ആണ്. അപ്പോൾ 2 ഹെർട്സ് ആയിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി. പിന്നെ ഇവിടെ വരുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ് ദാറ്റ് റിക്വയർ മീഡിയം, വേവ് ദാറ്റ് ഡു നോട്ട് റിക്വയർ മീഡിയം. മീഡിയം റിക്വയർ ആയിരിക്കുന്നതിൻ്റെ എക്സാമ്പിൾസും മീഡിയം റിക്വയർ ആവാത്തതിൻ്റെ എക്സാമ്പിൾസും. അപ്പോൾ മീഡിയം റിക്വയർ ആവണം എന്ന് ഉള്ള ചില എക്സാമ്പിൾസ് ആണ് സെസമിക് വേവ്സ്, സൗണ്ട് വേവ്സ്, അതേപോലെ തന്നെ വാട്ടർ വേവ്സ്. ഇനി അടുത്തൊരു എക്സാമ്പിളായിട്ട് വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേവ്സ് ദാറ്റ് ഡു നോട്ട് റിക്വയർ മീഡിയ നമുക്ക് ആവശ്യമില്ലാത്ത ഏതൊക്കെയാണെന്ന് ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ്. ഏതൊക്കെയാണ്? ഇൻഫ്രാറെഡ്, മൈക്രോവേവ്, റേഡിയോ വേവ് അല്ലേ. അത് ഷോർട്ടായിട്ട് നിങ്ങൾക്ക് ഓർമ്മിച്ച് വെക്കണമെങ്കിൽ റേഡിയോൻ്റെ R, മൈക്രോൻ്റെ M, ഇൻഫ്രാൻ്റെ I, അതായത് RMI, ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട്. അതേപോലെ സെസമിക്, സൗണ്ട്, വാട്ടർ, അതിലെന്താണ് SWS അല്ലെങ്കിൽ SSW, അങ്ങനെയൊക്കെ നിങ്ങൾ പഠിച്ചു വെച്ചാലും മതി. ജസ്റ്റ് ഒരു നിങ്ങളെ ട്രിക്ക് ഉപയോഗിച്ചിട്ട് പഠിക്കാം, അത്രയേ ഉള്ളൂ ഫിസിക്സ്. പിന്നെയോ ഒരു ട്യൂണിങ് ഫോക്ക് എക്സൈറ്റ് ചെയ്തു, മീൻസ് അതിനെ നമ്മൾ മുട്ടി. എക്സൈറ്റിന് അർത്ഥം തന്നെയാണ് മുട്ടി. എത്രയിൽ? 512 ഹെർട്സിൽ. അതിൻ്റെ ഫിനോമിന എന്താണ്? ഫോഴ്സ്ഡ് വൈബ്രേഷൻ. കഴിഞ്ഞു. ഇനി SI യൂണിറ്റ് ഓഫ് ആംപ്ലിറ്റ്യൂഡ് എന്താണ്? മീറ്റർ ആണ്. M വെച്ച് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നു. ആംപ്ലിറ്റ്യൂഡ് എന്താണ്? ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ വരച്ചിട്ടുണ്ടെങ്കിൽ കാണോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. ഇവിടെ കാണുന്നുണ്ട് ഒരു വേവ് ഉണ്ട്. ഈ വേവിന് ഈ മാക്സിമം ഹൈറ്റിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് അത്ര വലിയ മഞ്ചുള്ള ബാക്ക്ഗ്രൗണ്ട് അല്ല, ഞാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ യൂട്യൂബ് ചാനൽ. അതുകൊണ്ട് എന്ത് ചെയ്യുക? എന്നെ മോട്ടിവേറ്റ് ചെയ്യുക, അതേപോലെ തന്നെ എന്നെ കൂടെ നിൽക്കാം. മെല്ലെ 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 എല്ലാം മാറിക്കൊണ്ട് പോവുകയായിരിക്കും. ഓക്കെ, സോ ഇതിലും ആംപ്ലിറ്റ്യൂഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഫ്രം സൈഡ് ഫ്രം ഇറ്റ്സ് ഇക്വിലിബ്രിയം പൊസിഷൻ ഈസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. അതിൻ്റെ ഇക്വിലിബ്രിയം പൊസിഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആംപ്ലിറ്റ്യൂഡ് പറയുന്നത് അല്ലേ. മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ്, അവിടെയുള്ള മാക്സിമം ഹൈറ്റ് ആയിരിക്കും അതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് അല്ലേ. അതേപോലെ തന്നെ ഒരു വേവ് തന്നാൽ മുകളിലിരിക്കുന്ന ഭാഗം എപ്പോഴും ക്രസ്റ്റ് ആയിരിക്കും, അടിയിലിരിക്കുന്ന ഭാഗം എപ്പോഴും എന്തായിരിക്കും? ട്രഫ് ആയിരിക്കും. ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്, അത് ഓർത്ത് വെച്ചോളാം. ഓക്കെ, അതേപോലെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എപ്പോഴും 0 ആയിരിക്കും. ഇനി ചോദിക്കാം, വാട്ട് ആർ ദ 2 types ഓഫ് വേവ്സ്? 2 types ഓഫ് വേവ് വരുന്ന ട്രാൻസ്വേഴ്സ് വേവ്, മറ്റൊന്ന് ലോഞ്ചിറ്റ്യൂഡിനസ് വേവ്. ഇനി ട്രാൻസ്വേഴ്സ് വേവ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പാർട്ടിക്കിൾ വൈബ്രേറ്റ് പെർപെൻഡിക്കുലർലി അല്ലേ. നമ്മളിപ്പം ഒരു കയറ് കെട്ടി നമ്മൾ അതിനെ വലിച്ചങ്ങോട്ടേക്ക് വൈബ്രേറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ അത് പെർപെൻഡിക്കുലറി വൈബ്രേറ്റ് ചെയ്യും. എങ്ങനത്തെ വേവ്സ്? ട്രാൻസ്വേഴ്സ് വേവ് ആണെങ്കിൽ പെർപെൻഡിക്കുലർ ആയിരിക്കും. അതേപോലെ ലോഞ്ചിറ്റ്യൂഡിനൽ ആണെങ്കിൽ പാരലലി ആയിരിക്കും. ആ ഒരു കാര്യം നിങ്ങൾ പഠിച്ചു വെക്കുക. അതിന് ചിലപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻസ് ബിറ്റ്വീൻ ലോഞ്ചിറ്റ്യൂഡിനൽ ആൻഡ് ട്രാൻസ്വേഴ്സ് വേവും ചോദിച്ചേക്കാം 2 മാർക്കിന്. ഇനി ക്യാരക്ടേഴ്സ് ഓഫ് വേവ്സ് ചിലപ്പം സെമിനാർ പോലെയൊക്കെ ചോദിക്കാറുണ്ട് അല്ലേ. എക്സാമെന്ന് മാത്രമല്ല, ക്യാരക്ടേഴ്സ് ഓഫ് വേവ് നിങ്ങൾ ശരിക്കും അറിയണം. ഓക്കെ, ക്യാരക്ടേഴ്സ് ഓഫ് വേവിൽ ഫസ്റ്റ് വരുന്നതാണ് ആംപ്ലിറ്റ്യൂഡ്, സെക്കൻഡ് ഫ്രീക്വൻസി, തേർഡ് പീരീഡ്, ഫോർത്ത് വേവ് ലെങ്ത്. അപ്പോൾ ആംപ്ലിറ്റ്യൂഡ് ഞാൻ ഓൾറെഡി പറഞ്ഞു, മാക്സിമം ഹൈറ്റ് അല്ലേ. അവിടെയുള്ള മാഗ്നിറ്റ്യൂഡിൻ്റെ മാക്സിമം ഹൈറ്റ് ആണ് എന്താ അവിടെയുള്ള ഈ പറഞ്ഞ ആംപ്ലിറ്റ്യൂഡ്. അപ്പോൾ ഫ്രീക്വൻസി എന്തായിരിക്കും? ടോട്ടൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുക അല്ലേ. ഒരു വേവിൽ എത്ര സൈക്കിൾ കംപ്ലീറ്റ് ചെയ്തോ അതായിരിക്കും അതിൻ്റെ ഫ്രീക്വൻസി അല്ലേ. ഒരു സൈക്കിൾ എന്ന് പറയുമ്പോൾ ഒരു ക്രസ്റ്റും ഒരു ട്രഫുമാണ്, അത് നിങ്ങൾ ഓർമ്മിച്ച് വെക്കുക. ഇനി പീരീഡ് എന്താണ്? പീരീഡ് എന്ന് പറയുമ്പോൾ ഈ ഒരു വൈബ്രേഷൻ കംപ്ലീറ്റ് ചെയ്തത് എത്ര സെക്കൻഡ് കൊണ്ടാണ്, അതായിരിക്കും അതിൻ്റെ പീരീഡ് അല്ലെങ്കിൽ ടൈം. പിന്നെ വേവ് ലെങ്ത് എന്ന് പറയുമ്പോൾ ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം 1 ട്രഫ് ടു അനദർ ട്രഫ് അല്ലെങ്കിൽ 1 ക്രസ്റ്റ് ടു അനദർ ക്രസ്റ്റ് അല്ലേ. 2 ക്രസ്റ്റ് തമ്മിലോ അല്ലെങ്കിൽ 2 ട്രഫ് തമ്മിലോ ഉള്ള ലെങ്ത്, ആ ഒരു ഡിസ്റ്റൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? വേവ് ലെങ്ത് ലാംഡ എന്നുകൊണ്ട് നമ്മൾ അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതേപോലെ നമുക്കൊരു അറിയുന്നൊരു കാര്യമാണ് എന്ത്? F is equal to 1/λ ആണ് അല്ലേ. 1/λ, F is equal to 1/λ. പിന്നെ ഇവിടെ ഒരു കാര്യം നിങ്ങൾ പഠിച്ചോക്കുക, ഒരു ട്രിക്ക് പഠിച്ചോക്കുക. ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണുമോ ഇല്ലെന്ന് എനിക്കറിയില്ല. ഇതാണ് ആ ട്രിക്കിൻ്റെ പേര് അല്ലേ, ഒരു ട്രയാങ്കുലർ ട്രിക്ക്. ആ ട്രയാങ്കിൾ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട്? മുകളിൽ V, താഴെ Fഉം ലാംഡയും. അപ്പോൾ നിങ്ങളോട് V കാണാൻ പറഞ്ഞാൽ നിങ്ങൾ എന്താക്കിയാൽ മതി? V is equal to F λ, F കാണാൻ പറഞ്ഞാൽ V/λ, ലാംഡ കാണാൻ പറഞ്ഞാൽ V/F. ആ ട്രിക്കും കൂടി നിങ്ങൾ പഠിച്ചു വെക്കാം. പിന്നെ നിങ്ങളോട് ചോദിക്കുക, വാട്ട് ആർ ദ യൂസസ് ഓഫ് അൾട്രാസോണിക് സൗണ്ട്? അൾട്രാസോണിക് സൗണ്ടിൻ്റെ യൂസസ് എന്താണ്? അപ്പോൾ അൾട്രാസോണിക് സൗണ്ടിൻ്റെ യൂസസ് വേറൊന്നുമല്ല, ഒന്ന് ഫിസിയോതെറാപ്പിക്ക് നമ്മൾ യൂസ് ചെയ്യും. ഏതെങ്കിലും കയ്യോ കാലിൻ്റെ ഭാഗം തളർന്നു പോയതാണെങ്കിൽ അതിൻ്റെ മൂവ്മെൻറ്റ് റീഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ അൾട്രാസോണിക് സൗണ്ട് നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കിഡ്നിയിലുള്ള ഏതെങ്കിലും ചെറിയ ചെറിയ കല്ല്, സ്റ്റോൺസിനെ പൊടിപ്പിക്കുകയാണെങ്കിൽ, ക്രഷ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താക്കും? ഈ അൾട്രാസൗണ്ട്സ് ഒക്കെ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ എക്കോ എന്താണ്? എക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൗണ്ട് ഹേർഡ് ചെയ്തു, അത് റിഫ്ലക്റ്റ് ചെയ്യുക അല്ലെ, ബൗൺസ് ബാക്ക് ചെയ്യുക സൗണ്ട് അല്ലേ. ഒരു സൗണ്ട് നമുക്ക് 2-3 പ്രാവശ്യം കേൾക്കുന്നതിനാണ് നമ്മൾ എക്കോ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ഒരു ഇക്വേഷൻ ഇവിടെ കൊടുത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷനാണ്. ഡിസ്റ്റൻസ് കാണാനുള്ള ഇക്വേഷൻ വേറൊന്നുമല്ല, സ്പീഡ് ഇൻറ്റു ടൈം. അത് നിങ്ങൾ 7ാം ക്ലാസ്സിനെ പഠിക്കുന്ന ഒരു ഇക്വേഷൻ തന്നെയാണ്, വീണ്ടും പറയേണ്ട ആവശ്യം
ഇല്ല. ഇനി റിവർബറേഷൻ എന്താ? റിവർബറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ദ ലിങ്കേണിംഗ് ഓഫ് സൗണ്ട് ഈവൺ ആഫ്റ്റർ ദ ഒറിജിനൽ സൗണ്ട് ആസ് സീസ്ഡ്, അല്ലെ? ഒരു സൗണ്ട് എന്താണ് കൃത്യമായ സൗണ്ട് കേട്ടതിന് ശേഷം വേറൊരു സൗണ്ട് സീസായിപ്പോ, അതാണ് എന്ത് ഇവിടെ പറയുന്ന റിവർബറേഷൻ. അപ്പോൾ റിവർബറേഷൻ എന്ന് പറയുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് എന്താണ് നമ്മൾ ഉണ്ടാക്കിയത് സീസായിപ്പോയി, അതാണ് എന്താ അവിടെയുള്ള റിവർബറേഷൻ. റിവർബറേഷന് കുറേ എക്സാമ്പിൾസ് ഉണ്ട്, പഠിച്ചു വെക്കുക. എക്സാമിന് ഷുവറായിട്ട് റിവർബറേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും. പിന്നെ നമ്മൾ ഹ്യൂമൻ ബീങ്സ് ഏറ്റവും കൂടുതൽ ലിമിറ്റിംഗ് ഓഡിയോബിലിറ്റി എന്ന് പറയുന്നത് 2000 ഹേർട്സ് വരെയാണ് കേട്ടോ. അത് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് നിങ്ങൾ HSS എന്ന് പറയുന്ന ക്വസ്റ്റ്യൻസിൽ ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അങ്ങനത്തെ ലിമിറ്റ് ഓഡിയോബിലിറ്റി നമുക്ക് എത്രത്തോളം കേൾക്കാൻ പറ്റും. വവ്വാലാണെങ്കിൽ 20,000 വരെയാണ് എനിക്ക് തോന്നുന്നത്. ജസ്റ്റ് നിങ്ങൾ ടെക്സ്റ്റ് വായിച്ചു നോക്കാം. പക്ഷേ ഹ്യൂമൻസിൻ്റെ ആണ് എല്ലാ വർഷം ചോദിക്കുന്നത്, അല്ലേ? ഹ്യൂമൻസിൻ്റെത് 2000 ഹേർട്സ് വരെയാണ് ഏറ്റവും ലിമിറ്റ് എന്ന് പറയുന്ന ഓഡിയോബിലിറ്റിയുടെ. പിന്നെ സെസ്മോളജി എന്താണെന്ന് ചോദിക്കും. സെസ്മോളജി വേറൊന്നുമല്ല, ഭൂമിക്കുലുക്കം അതേപോലെ സുനാമി വരുന്നതിൻ്റെ വേവ്സ് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ് എന്ത് ഈ പറയുന്ന സെസ്മോളജി എന്ന് പറയുന്ന സ്റ്റഡീസ്, അല്ലേ? സെസമിക് വേവ്സിനെ പറ്റി പഠിക്കാം, അത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ചാപ്റ്ററിൽ വേറെ ഒന്നും കൂടുതൽ സ്ട്രെസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ടെക്സ്റ്റ് വായിക്കാൻ ഞാൻ ഈ പറഞ്ഞ ഷോർട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഇത്ര തന്നെ മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം ആയി. ഓക്കെ, താങ്ക് യു.